Hello everyone. Welcome to another episode of my story series, episode 8, Thread of Love. സ്നേഹത്തിൻ്റെ നൂലുകൾ. കൃഷ്ണകുമാർ 42 വയസ്സുള്ള സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഭാര്യ വിദേശത്ത് നഴ്സായി ജോലി ചെയ്യുന്ന ലക്ഷ്മി. ഇവരുടെ മകൻ അച്ചു 14 വയസ്സ്, 10ാം ക്ലാസ്സുകാരൻ. അച്ഛൻ്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന മകൻ. ചിന്നു 2ാം ക്ലാസ്സുകാരിയാണ് മകൾ. സമയം രാവിലെ 5:30. അടുക്കളയിൽ ആകെ ബഹളം. മിക്സി അടിക്കുന്ന ശബ്ദം, പ്രഷർ കുക്കറിൻ്റെ വിസിൽ. കൃഷ്ണകുമാർ വിയർത്ത് കുളിച്ച് ഒരു കയ്യിൽ തവിയും മറുകൈയിൽ ഫോണുമായി നിൽക്കുന്നു. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ തേങ്ങ അരച്ച് ചേർക്കുക. ഈ തേങ്ങ എവിടെ പോയി? അച്ചു, എടാ ആ തേങ്ങ ചിരകിയത് എവിടെയാ? അച്ചു കണ്ണ് തിരുമ്മി അടുക്കളയിലേക്ക് വരുന്നു. അത് ഫ്രിഡ്ജിലുണ്ട് അച്ഛാ. അച്ഛൻ ഇത്ര നേരത്തെ എന്തിനായി കഷ്ടപ്പെടുന്നത്? നമുക്കിന്ന് ഹോട്ടലിൽ നിന്ന് വാങ്ങാമായിരുന്നല്ലോ. അത് പറ്റില്ലടാ. എൻ്റെ അമ്മ ഇന്നലെ വിളിച്ചപ്പോൾ പ്രത്യേകം പറഞ്ഞു ചിന്നുവിന് വയറിന് നല്ല സുഖമില്ലെന്ന്, പുറത്തുനിന്ന് ഭക്ഷണം കൊടുക്കണ്ട എന്നും പറഞ്ഞു. അപ്പുറത്തെ മുറിയിൽ ചിന്നു എഴുന്നേറ്റിരിക്കുകയാണ്. അവളുടെ യൂണിഫോം അരികത്തുണ്ട്. കൃഷ്ണകുമാർ മുറിയിലേക്ക് വരുന്നു. ചിന്നുകുട്ടി, എഴുന്നേറ്റോ? വേഗം റെഡിയാവ്. അച്ഛനിന്ന് നല്ല ഓലൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഓലനൊന്നും വേണ്ട അച്ഛ. എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന സാമ്പാർ മതി. അടുത്ത മാസം അമ്മ വരുമ്പോൾ നമുക്ക് സാമ്പാർ സദ്യ കഴിക്കാം. തൽക്കാലം എൻ്റെ ചിന്നുകുട്ടി ഇന്ന് ഓലം കൂട്ടി കഴിക്കട്ടോ. അടുത്ത മാസമോ? കഴിഞ്ഞ ആഴ്ച ചോദിച്ചപ്പോഴും അച്ഛൻ ഇത് തന്നെയല്ലേ പറഞ്ഞത്? അമ്മ ശരിക്കും എപ്പോഴാണ് വരിക അച്ഛ? എനിക്ക് സങ്കടം വരുന്നു. നമുക്കിന്ന് വൈകുന്നേരം അമ്മയെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഇത് പറയാം ചിന്നുകുട്ടി. മോൾ കരയല്ലേ? ചിന്നു അച്ഛനെ കെട്ടിപ്പിടിച്ചു ഇങ്ങനെ പറഞ്ഞു. ഞാൻ കരയാതിരിക്കാം, പക്ഷെ അമ്മ കെട്ടുന്ന പോലെ എൻ്റെ മുടി കെട്ടിത്തരണം. ഹാളിലെ കണ്ണാടിക്ക് മുന്നിൽ ചിന്നു ഇരിക്കുന്നു. കൃഷ്ണകുമാർ ചീപ്പും റബ്ബർ ബാൻഡുമായി കഷ്ടപ്പെടുന്നു. അച്ചു ഇത് കണ്ട് ചിരിക്കുന്നു. അച്ഛാ, ഇത് മുടിയാണ്, തെങ്ങ് ചെത്തുന്ന കയറല്ല, കുറച്ച് പതുക്കെ. എടാ, അതിപ്പോൾ എത്രാമത്തെ വട്ടമാണെന്നറിയോ? ഈ പെൺകുട്ടികളുടെ മുടി കെട്ടുന്നത് ഇത്ര വലിയ വിദ്യയാണെന്ന് ഞാൻ കരുതിയില്ല. ലക്ഷ്മി ഇതെങ്ങനെയാണാവോ 1 മിനിറ്റിൽ ചെയ്തിരുന്നത്? പെട്ടെന്ന് ലക്ഷ്മിയുടെ വീഡിയോ കോൾ വരുന്നു. കൃഷ്ണേട്ട, അത് അങ്ങനെയല്ല, ഇടതുവശത്തെ മുടി വലത്തോട്ട് ചേർത്ത് വെക്കി. ആ, അങ്ങനെ തന്നെ. ചിന്നു, അച്ഛനെ കഷ്ടപ്പെടുത്തല്ലേ മോളെ. ലക്ഷ്മി, നീ വേഗം ഒന്ന് വരാൻ നോക്ക്. ഈ ഓഫീസ് ഫയലുകൾ നോക്കുന്നതിനേക്കാൾ വലിയ പണിയാണ് ഈ മുടികെട്ടൽ. സ്കൂൾ ബസ്സിൻ്റെ ഹോൺ മുഴങ്ങുന്നതോടെ ആ വീടിൻ്റെ ഉമ്മറത്തെ ബഹളങ്ങൾ പെട്ടെന്ന് നിലയ്ക്കുന്നു. ലക്ഷ്മി അരികിലില്ലാത്തതിൻ്റെ കുറവ് ആ 4 ചുവരുകൾക്കുള്ളിലുണ്ടെങ്കിലും ആ വീടിൻ്റെ ഓരോ കോണിലും ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ സ്നേഹവും കരുതലുമുണ്ട്. ജനാലയ്ക്കൽ വന്നു നിൽക്കുന്ന വെയിലിനോട് അദ്ദേഹം മെല്ലെ മന്ത്രിക്കുന്നു. ഇന്നത്തെ പകലും നമ്മൾ ജയിച്ചിരിക്കുന്നു. ഇനിയുള്ള കാത്തിരിപ്പ് അവർ തിരികെ വരുന്ന വൈകുന്നേരത്തിനാണ്. Hope you like the story. See you soon with yet another episode of Story Series.